അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന പഴയ ബക്കറ്റ്, പൊട്ടിയിട്ടുള്ള പഴയ ബക്കറ്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ചെടികൾക്ക് നനച്ചിരുന്ന എൻ്റെ ഒരു പഴയൊരു പ്ലാസ്റ്റിക് ജഗ് ഉണ്ട്. അതൊക്കെ പൊട്ടിപ്പോയി. അതൊക്കെ വെച്ചിട്ട് ഒരു 3 ഐഡിയകളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം. കറിക്ക് വെടിച്ച ചേന മുളച്ചിട്ട് കുറേ ദിവസമായിട്ട് ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കൂർക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതും മുള വന്നപ്പോൾ ഞാനത് പാത്തിയിൽ നട്ടിട്ടുണ്ട്. വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുള വന്ന നമ്മുടെ ചേനയാണ് ഇന്ന് നടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി മുള വന്നപ്പോൾ ഞാനിത് അവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് ഇഞ്ചി മുളപ്പിച്ചിട്ടുണ്ട്. ഇനി അത് വലുതാവുമ്പോൾ മാറ്റി തരണം. അപ്പം നമ്മുടെ പയറൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബക്കറ്റ് കുറേ ദിവസമായിട്ട് നമുക്ക് കിട്ടിയിട്ട്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നതല്ല, ഇത് ഞാൻ ആക്രിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റാണ്. അപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത്ര ചളി പിടിച്ചിട്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, പൊട്ടിയിട്ടൊന്നുമില്ല. എന്നാലും ഞാനത് ആക്രിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം നിസ്സാരം ഒരു എത്ര രൂപ അതിനായിട്ടുണ്ടാകും, ഒരു 20-30 രൂപ കൊടുത്തിട്ടാണ് ആ ബക്കറ്റ് മേടിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ ടെറസിൽ നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും നടാൻ വേണ്ടിയിട്ടാണ് ഈ ബക്കറ്റ് മേടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ നടാൻ പോകുന്നത് ചേനയാണ് കേട്ടോ. അപ്പോൾ ചേന സാധാരണ എല്ലാവരും പിന്നെ മണ്ണിലാണ് നടാറ്. പിന്നെ ചില ആൾക്കാരൊക്കെ ചാക്കിൽ നടാറുണ്ട്. ഇതുപോലെ ടെറസ് കൃഷി ചെയ്യുന്നവർ ഇതുപോലെ വലിയ ബക്കറ്റുകളിലൊക്കെ നടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബക്കറ്റ് പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് തെർമോക്കോളിൻ്റെ പീസാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചകിരിയാണ്. ചകിരി ആദ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇങ്ങനത്തെ വലിയ ബക്കറ്റുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെടി നടുമ്പോൾ നന്നായിട്ട് ചകിരി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കാണിച്ചിട്ടേ, നമ്മുടെ വാളരിയില്ലേ, വാളരിപ്പയർ, അത് നല്ല അടിപൊളിയായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു പന്തലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ടല്ലേ. അപ്പം 3 നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല വലുതായിട്ട് പടരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ ചകിരിയുടെ മേലെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന വാഴക്കൊലയാണ്. വാഴക്കൊല അതിതാ നന്നായിട്ട് ഉണങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കയറും നമ്മൾ ഉപയോഗിക്കും. ആ പ്ലാസ്റ്റിക് കയറ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല ബലമുള്ള കയറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം അടിയിൽ ഇങ്ങനെ വളമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ചകിരിയുടെ മേലെ അതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, ലവ് വീട് എന്നാണ് കേട്ടോ ആ വീടിന് പറയാം. അവിടെ ടെറസിൽ നന്നായിട്ട് കൃഷിയുണ്ട്. അപ്പോൾ അവരെ കൂട്ടത്തിൽ നിൽക്കണതാണ് കേട്ടോ ആ പൂവ്, നല്ല ചെണ്ടമല്ലി പൂവ്, എന്ത് രസാലേ കാണാൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്ക് അടിച്ചിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് നോക്കുമ്പോൾ അതും നല്ല മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടെറസ് ഗാർഡനും സൂപ്പറല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എൻ്റെ ടെറസ് ഗാർഡൻ? ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കരിയിലയാണ് അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ചേന നടാൻ നമ്മൾ ആദ്യം പിന്നെ ചകിരി ഇട്ടു, പിന്നെ നമ്മുടെ വാഴക്കൊല ഇട്ടു. ഇനി നമുക്ക് ചേന വിത്ത് ഇട്ട് കൊടുക്കാം. അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നല്ല കമ്പോസ്റ്റ് മണ്ണ് ഇട്ട് കൊടുക്കണം കേട്ടോ. കമ്പോസ്റ്റ് മണ്ണ് എന്ന് പറഞ്ഞത് കമ്പോസ്റ്റായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല മണ്ണായാലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചേനവിത്തിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ടതിന് ശേഷം പിന്നെ അതാ വീണ്ടും കരിയിലിട്ടിട്ട് ആ ബക്കറ്റ് ഫുള്ള് നിറച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഭംഗിയായിട്ട് ചേന നടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ചേനക്ക് നല്ല അടിപൊളി കട കിട്ടട്ടെ എന്നൊക്കെ നമുക്ക് പടച്ചോനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ ഇത് ഇനി മുള വരുമ്പോൾ ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. സൂപ്പറായിട്ടുണ്ടല്ലേ ഈ ഒരു ഐഡിയ. ഇതുപോലത്തെ വലിയ ബക്കറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചേനയും ചേമ്പും അതുപോലെ എന്ത് വേണമെങ്കിലും നടാം കേട്ടോ. അടുത്ത് നല്ല അടിപൊളി വെള്ളരിക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. സൂപ്പറായിട്ട്. ഇനി ഇതൊരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് പാകാവും. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഐഡിയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു കമ്പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് കമ്പോസ്റ്റ് മാത്രമല്ല നല്ല സ്ലറിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം 2 വളത്തിന് കൂടിയിട്ട് ഞാനിത് അതുപോലെ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒറ്റ പ്രോസസ്സിലൂടെ 2 വളങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു വലിയ ബോട്ടിൽ അതിൻ്റെ മൂടിയൊന്ന് അഴിച്ചിട്ട് അതിന് ഹോളൊന്നും വേണ്ട കേട്ടോ. ആ ഒരു ബോട്ടിൽ അതേപോലെ എടുക്കുക.
പിന്നെ അതിൻ്റെ വായയിലേക്ക് കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടിവശം ഇതുപോലെ തുറന്നു കൊടുക്കണം. ഫുള്ള് കംപ്ലീറ്റ് മുറിച്ച് മാറ്റണ്ട, ഒരു 3 സൈഡ് മുറിച്ചെടുത്താൽ മതിട്ടോ. എന്നിട്ട് നമ്മൾ അത് ആ ഒരു എന്താ പറയുക, നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ അതിലേക്ക് അതിൻ്റെ ഭാഗം ഇറക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ മൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇന്നെൻ്റെ ക്യാമറാമാൻക്ക് ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്, അപ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കരിയിലയാണ്. മൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലിന്. അതിനൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കരിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഉള്ളത് അത്രയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുട്ടയുടെ തോടൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയുടെ തോട് പൊടിച്ചിട്ട് ഇതുപോലെ കൈകൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചായപ്പിണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഉള്ളിത്തോടും എല്ലാം പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. മീനിൻ്റെ വേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കരുതേ, മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കരുത്. ബാക്കി പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കടലാസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മണ്ണും ഇടയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കരിയില ഇട്ട് കൊടുക്കാം, മണ്ണ് ഇട്ട് കൊടുക്കാം, ചെറുതായിട്ടൊരു പിടി മണ്ണ് അങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ചാരം ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എല്ലാതും. അപ്പോൾ അത് ഓരോന്ന് സ്റ്റെപ്പായിട്ട് കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ്, പിന്നെ കുറച്ച് മണ്ണ്, പിന്നെ കുറച്ച് ചാരം, പിന്നെ കുറച്ച് കരിയില, വീണ്ടും പച്ചക്കറിയുടെ വേസ്റ്റ്, അങ്ങനെ സ്റ്റെപ്പായിട്ട് ഈ ഒരു ബോട്ടിൽ ഫുള്ള് നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരാഴ്ച ഇത് എനക്കാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിയിലേക്ക് ഇതിൽ നിന്നുള്ള ആ ഒരു വെള്ളം സ്ലറിയില്ലേ അത് നമ്മുടെ അടിയിൽ വെച്ചിട്ടുള്ള ബോട്ടിലേക്ക് അതിലേക്ക് വീഴും. അപ്പം നമുക്കത് നേർപ്പിച്ചിട്ട് നമ്മുടെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ മേളിലുള്ള ബോട്ടിലുള്ള ആ ഒരു കമ്പോസ്റ്റ് നമുക്ക് ചെടികളുടെ കടക്കലൊക്കെ നല്ല കമ്പോസ്റ്റ് വളമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഈ 2 പ്ലാസ്റ്റിക് ബോട്ടിലും വെച്ചിട്ട് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു മൂടിയുടെ ഭാഗം മൂടി വെക്കണ ആ ഒരു നമ്മൾ അടിവശം കട്ട് ചെയ്തെടുത്തില്ലേ അതിൻ്റെ ആ ഭാഗം മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വെയിറ്റ് കയറ്റി വെക്കട്ടെ. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ജഗ് കേട്ടോ, ഇതിൻ്റെ അടിയിൽ ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഈ ജഗ്ഗാണെങ്കിൽ നന്നായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ, ഫുള്ളും ദ്രവിച്ച് ഇനി അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധമായിട്ടുണ്ട്, പൊടിഞ്ഞു പോണേണ്. അപ്പം ഞാനത് നല്ല രീതിയിൽ നമ്മളിതാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിനെ കെട്ടി വെക്കുന്നുണ്ട്. ഇല്ലച്ചെങ്കിൽ അത് വല്ല കാറ്റത്തും മറിഞ്ഞ് വീണിട്ട് പിന്നെ അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു വാഴക്കൊലയുടെ ആ കയറ് എന്ന് പറഞ്ഞില്ല നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നല്ല ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ 3 ഐഡിയകളെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഐഡിയ ഒന്നുമല്ല. ഞാനതിൽ നല്ല അടിപൊളിയായിട്ട് വേറെ മാറ്റങ്ങളൊന്നും വരുത്താണ്ട് 2 ചെടി നട്ടു. അതുപോലെ തന്നെ 1 വളം ഉണ്ടാക്കി. അങ്ങനത്തെ ഒരു സിമ്പിൾ ഐഡിയകളാണ്. ഏതാ ഇഷ്ടപ്പെട്ടിരിച്ചെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ആദ്യം തന്നെ തെർമോക്കോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചകിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ ഗാർഡനിൽ ഞാൻ വിത്ത് മുളപ്പിച്ചെടുത്ത നല്ല ശംഖുപുഷ്പത്തിൻ്റെ തൈയുണ്ട്. 2 അടിപൊളി തൈകൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നല്ല നീല ശംഖുപുഷ്പമാണ് കേട്ടോ. വെള്ള ശംഖുപുഷ്പത്തിൻ്റെയും പിന്നെ വിത്ത് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ മുളപ്പിച്ചിട്ടില്ല, ഇത് നീലയാണ്. അപ്പോൾ ഇത് മുളപ്പിച്ചു. അപ്പോൾ ഞാൻ ക്യാനിലാണ് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിതാ പിന്നെ എന്താ പറയുക, ആകെ ക്യാന് പൊട്ടിപ്പൊടിഞ്ഞ് ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഈ ദ്രവിച്ച ജഗ്ഗിലേക്ക് തന്നെയാണ് കേട്ടോ മാറ്റാൻ പോണത്. കന്നാസ് പോലല്ല, ഈ ജഗ്ഗിനെ എനിക്ക് കളയാൻ തോന്നണില്ല. അതുകൊണ്ടാണ് ഞാനതിനെ അവിടെ നന്നായി പിടിച്ച് കെട്ടിയിട്ട് അതിൽ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ തൈ നടുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു പിന്നെ ആ ഒരു തൂണില്ലേ അതിൻ്റെ മുകളിലേക്ക് നമുക്കിതിനെ പടർത്തി കൊടുക്കാം കേട്ടോ, നല്ല സൂപ്പറായിട്ട്. എന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ കയറ് വെച്ചിട്ട് ആ ഒരു വള്ളീനെ നന്നായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ല ഭംഗിയിൽ പടർന്നോളും. നമ്മുടെ പൊട്ടിയ ചട്ടിയിലും കിളിക്കൂട്ടിലും ഒക്കെ വെച്ചിട്ട് ചെയ്ത് വെച്ച ആ വർക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരാം ഇൻഷാ അല്ലാ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.